ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതാണ് 4600 രൂപ നമ്മൾ 3000 തീരുമാനിച്ചിട്ടുള്ളൂ. കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അവന് പറയേണ്ട വിചാരിച്ചു. ആ കള്ളപ്രചരണ കള്ളപ്രചരണ ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടി. ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയായും ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അയ്യപ്പ സംഘം എല്ലാം കഴിഞ്ഞു 4600 ആളുണ്ടായിരിക്കും. അതുപോലെ അല്ല, അത്ര പോരെ? 4600 ആൾ പോരെ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ് 4600 രൂപ നമ്മൾ 3000 തീരുമാനിച്ചിട്ടുള്ളൂ. അത്രയും പങ്കെടുത്തില്ല. നിങ്ങളെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ്. മനസ്സിലായില്ലേ? കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അവന് പറയേണ്ട വിചാരിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ? അത് അത്രയും പോരെ? ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം വേറെ എന്താ? കള്ളപ്രചരണം അല്ലാതെ നിങ്ങളെന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400, നിങ്ങൾ പറഞ്ഞ 400 എത്രയാ പങ്കെടുന്ന പറഞ്ഞ? 500 600 സംതിങ്. ഒരു കൗണ്ടറിൽ മാത്രം ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൈബർ ഗ്രൂപ്പ് ഞാനൊരു കാര്യം പറയും. നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ? ഇതാണ് ദൃശ്യം. അല്ല, ഉദ്ഘാടനത്തിന് അപ്പോൾ ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾ സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AE ഉപയോഗിക്കാം. നിങ്ങൾക്ക് AE ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെല്ലാം സംശയം. ഇത് പുറത്തുള്ള ജനം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയായും ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കണ്ടോ? വെറുതെ കള്ളപ്രചാര വേല നടത്തുകയാണെന്ന്. അത് എടുക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ എടുത്തത്. കോൺഗ്രസിന് വേണ്ടി ബാധിക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ട്. വലിയ വിജയമാണ്, ലോകപ്രസിദ്ധമായ വിജയമാണ്. പോരെ? ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറയുമ്പോൾ മലയാളം മനസ്സായ പിന്നെ പറഞ്ഞോളൂ. പിന്നെ പറയാണ്ടെന്താ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞു, നാണോ മാനം വേണം. എന്തെങ്കിലും പറയുന്നതിൽ, എന്തെങ്കിലും കൊടുക്കുന്നതിൽ, എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. ആളുകളെല്ലാം കാണുന്നു. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ ഉള്ളതിനെ പറഞ്ഞുള്ളൂ. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. ജനങ്ങൾ കാണുന്നുണ്ട്.